പാകിസ്ഥാനിൽ സർക്കാരിനെതിരെ ഭീകര സംഘടനയായ തെഹരീക്കെ താലിബാൻ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. നിരോധിത ഭീകര സംഘടനയായ തെഹരീക്കെ ലിബീക്കിനെയും യുദ്ധത്തിൽ പങ്കുചേരാൻ തെഹരീക്കെ താലിബാൻ ആഹ്വാനം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം പാക് സൈനിക മേധാവിയെയും ഈ സംഘടന വെല്ലുവിളിച്ചിരുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്നും ടിൻഡു ദാസ് ആണ് ചേരുന്നത്. ടിൻഡു, ഈ തെഹരീക്കെ താലിബാന്റെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്നത് പാകിസ്ഥാനിലെ ഒരു പ്രവിശ്യയായിട്ടുള്ള മേഖലയെ ഒരു പ്രത്യേക ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. ഖൈബർ പഖ്തൂൺ എന്ന് പറയുന്ന മേഖല പാകിസ്ഥാനിൽ നിന്നും വിഘടിപ്പിച്ച് അതിനെ ഒരു പ്രത്യേക ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തെഹരീക്കെ താലിബാൻ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴത്തെ ഈ യുദ്ധപ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ടിൻഡു? പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇരട്ട പ്രഹരമാണ് തന്നെ പറയാൻ സാധിക്കും. കാരണം നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രത്യേക പ്രവിശ്യയെ ആവശ്യപ്പെടുമ്പോൾ രണ്ട് നിരോധിത സംഘടനകൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പാകിസ്ഥാൻ ഗവൺമെന്റിന് നേരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ തെഹരീക്ക് ഈ താലിബാൻ സർക്കാരിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്താനായിട്ട് പൊതുമാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടൊരു ആഹ്വാനം നടത്തിയിട്ടുള്ളത്. നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള തെഹരീക്ക് ലാബിക്കിനെയും ഇത്തരത്തിൽ ഒരു യുദ്ധപ്രഖ്യാപനത്തിനായി ക്ഷണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാക് സൈനിക മേധാവിക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാക് സൈനിക മേധാവിയെ യുദ്ധത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും കൂടി നടന്നിട്ടുണ്ടായിരുന്നു. ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളോട് യുദ്ധം ചെയ്യൂ എന്ന അത്തരത്തിലായിരുന്നു ഒരു വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുള്ളത്. അത്തരത്തിലൊരു വലിയ രീതിയിലുള്ളൊരു ഭീഷണിയുടെ സ്വരത്തോടു കൂടിയായിരുന്നു വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ഇരട്ട പ്രഹരം എന്നോണം കൂടി നിരോധിത സംഘടനയുമായി കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്കറിയാം ഈ രണ്ട് സംഘടനകളും ഭീകരവാദ സംഘടനകളാണ്, നിരോധിത സംഘടനകളാണ്. ഈ രണ്ട് നിരോധിത സംഘടനകളും ചേർന്നുകൊണ്ട് പാകിസ്ഥാൻ ഗവൺമെന്റിന് നേരെ വലിയ രീതിയിലൊരു യുദ്ധപ്രഖ്യാപനത്തിലേക്ക് ഒരുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയൊക്കെ ഭാരതവുമായിട്ട് അല്ലെങ്കിൽ ഭാരതത്തിൽ വന്നതുമൊക്കെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയായി തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പാകിസ്ഥാനെതിരെ വലിയ രീതിയിലുള്ള സംഘടിതമായിട്ടുള്ള ഭീകര സംഘടനകളുടെ ഒരു നീക്കം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതിരോധം നേരിടുന്ന ഒരു അവസ്ഥ കൂടിയാണ്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും അല്ലെങ്കിൽ ഈ ഘട്ടത്തെ എങ്ങനെയാണ് പാകിസ്ഥാൻ പ്രതിരോധിക്കുന്നത് എന്നാണ് വലിയ രീതിയിലുള്ള ചോദ്യം ഉയരുന്നത്. എന്തായാലും പാക് സൈനിക മേധാവിക്ക് നേരെ ഉൾപ്പെടെ ഇത്തരത്തിൽ ഭീകര സംഘടനകൾ വലിയ ശക്തിയോടുകൂടി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഭീകരവാദ ശബ്ദങ്ങൾ ഉയർത്തുമ്പോൾ പാകിസ്ഥാന് വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ട്. എന്തായാലും രണ്ട് ഭീകര സംഘടനകൾ ചേർന്നുകൊണ്ട് യുവാക്കളെ കൂടുതൽ ഈ സംഘടനയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഏത് സമയത്തും ഇത്തരത്തിൽ പാകിസ്ഥാന് തങ്ങളോടൊപ്പം യുദ്ധം ചെയ്യാൻ അവസരവും കൂടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് വലിയ രീതിയിലുള്ളൊരു യുദ്ധപ്രഖ്യാപനം, വലിയ രീതിയിലുള്ള പ്രതിരോധം തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. ഗൗതം, വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ടിൻഡു ദാസ് പങ്കുവയ്ക്കുന്നത്. പാകിസ്ഥാൻ ഇരട്ട പ്രഹരമായി ഇപ്പോൾ തെഹരീക്കെ താലിബാൻ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി തന്നെ ഖൈബർ പഖ്തൂൺ എന്ന മേഖലയെ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറ്റണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെഹരീക്കെ താലിബാൻ ആ മേഖലയിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് നമുക്കറിയാം നിലവിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷം നടക്കുകയാണ്. അതിനിടയിലാണ് ഈ വിഷയത്തെ കൂടുതൽ ആളിക്കത്തിക്കുവാനുള്ള ശ്രമം തീവ്ര ഇസ്ലാമിക സംഘടനയായ തെഹരീക്കെ താലിബാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്.